Hey guys, welcome back to my channel. ഇന്ന് ഞങ്ങളൊന്ന് മട്ടാഞ്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കുരീസിൻ്റെ പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് പോയപ്പോൾ രാവിലെ ആയിരുന്നു. സാധാരണ ഞങ്ങൾ വൈകിട്ടാണ് പോകാറുള്ളത്. ഇന്ന് രാവിലെയാണ് പോയത്. അതിൻ്റെതായ ബ്ലോക്കുകളും കാര്യങ്ങളും എല്ലാം അവിടെ നടപ്പുണ്ട്. പിന്നെ ബിനാലയും കൂടെ ആയതുകൊണ്ട് അത് കാണാനും കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വണ്ടികളും റോഡ് സൈഡിൽ അങ്ങനെ പാർക്ക് ചെയ്യുന്നു, ആൾക്കാരെ ഇറക്കുന്നു. അപ്പോൾ അതിൻ്റെതായ ബ്ലോക്കുകളാണ് കാണുന്നത്. ഇത് പിന്നെ ഒരു ബിനാലയുടെ സ്റ്റാളാണ് കേട്ടോ. ഇവിടെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, വായിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇന്ന് ജ്യൂസ് സ്ട്രീറ്റിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ആദ്യം കുരിശിൻ്റെ പള്ളിയിൽ പോയി, പക്ഷേ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവിടുത്തെ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്കൊന്ന് ജ്യൂസ് സ്ട്രീറ്റൊക്കെ പോയാലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെ അപ്പോഴാണ് ഞാൻ എന്നാൽ വ്ളോഗ് എടുക്കാമെന്നുള്ള രീതിയിൽ തുടങ്ങിയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കുള്ള വഴികളാണ് കാണുന്നത്. അത്യാവശ്യം ആ ഭാഗത്തേക്കൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ അവിടെ ഫുള്ള് പഴയ കെട്ടിടങ്ങളും മരങ്ങളും ചെടികളും എല്ലാം കാണാൻ ഭയങ്കര ഒരു പുരാതനമായ ഒരു സ്ഥലം പോലെ തോന്നും. ആ ഒരു സ്ഥലത്തേക്ക് പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമ്മളിവിടെ ഒരു എറണാകുളത്തുള്ള ആളാണെങ്കിൽ പോലും ഞാനിതുവരെയായിട്ടും ജ്യൂസ് സ്ട്രീറ്റിൽ പോയിട്ടില്ല, സിനഗോഗ് കണ്ടിട്ടില്ല. കുറേ നാളായിട്ട് ഇങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, ക്ലോസ്ഡ് ആയിരുന്നു. സാറ്റർഡേ എനിക്ക് തോന്നുന്നു അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇന്ന് ഓപ്പൺ ആണോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷേ എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വാട്ടർ മെട്രോൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു, മട്ടാഞ്ചേരി വാട്ടർ മെട്രോ. പിന്നെ ഇങ്ങോട്ടേക്ക് അത്യാവശ്യം ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലായിടത്തും നിറയെ ടൂറിസ്റ്റ് ബസ്സുകളും ടൂറിസ്റ്റുകളായിരുന്നു കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ച കൂടി ആയിരുന്നിട്ട് കൂടിയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണെങ്കിലും അവിടെയുള്ള സ്ഥലങ്ങളിലും എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ കച്ചവടം സ്റ്റാളുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പറ്റണമെന്നല്ല, അത്യാവശ്യം ഭയങ്കര റേറ്റാണ്. ടൂറിസ്റ്റുകാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ കടകളുണ്ട് ഇവിടെ. അതേപോലെ കുറേ കഫേസ് ഉണ്ട്. പിന്നെ ഈ വഴി കൂടെ പോകുമ്പോൾ അങ്ങനെ കുറേ ടൂറിസ്റ്റ് ഗൈഡുകൾ അവർക്ക് ഓരോ കടകളെ പറ്റിയും ഓരോന്നും വിശദീകരിച്ച് കൊടുക്കുന്നത് കണ്ടു. നമുക്ക് പിന്നെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അവിടെ ഓരോ കടകളെയും പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഴയ കടകളാണല്ലോ അവിടെ എല്ലാം. പിന്നെ അതുപോലെ കുറേ ഡ്രസ്സുകൾ വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ ആൻറ്റിക് ഐറ്റംസൊക്കെ വിൽക്കുന്ന കുറേ കടകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ളത് ജിഞ്ചർ മ്യൂസിയം ഹോട്ടൽ. അത്യാവശ്യം ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ, നല്ലൊരു വൈബാണ് അവിടെ ഇരിക്കാൻ. പിന്നെ ഈ വഴി കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വരെയായിട്ടും സിനഗോഗിൽ ഞങ്ങൾ കയറിയിട്ടില്ല. പിന്നെ അതുപോലെ പാർക്ക് ചെയ്യാനും ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പാർക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അത് റൈറ്റ് സൈഡിലേക്കുള്ള വഴിയാണ്, പക്ഷേ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി വെച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ വഴിയുടെ സ്ഥലത്ത് കണ്ട് അങ്ങനെ ഒതുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി കൂടെ പോകാൻ അത്യാവശ്യം നല്ല ഭംഗിയില്ലേ, ഏതോ ഒരു പുറത്തൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന പോലെയല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഇതിവിടെ കുറേ സോവനീഴ്സും അങ്ങനത്തെ പിന്നെ കുറേ കടകളും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ വഴിയിൽ. നല്ല ഭംഗി കാണാൻ. അത്യാവശ്യം ഭയങ്കര നീറ്റായിട്ട് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പഴയകാല 2 നില കെട്ടിടങ്ങളാണെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കുറേ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് അവിടെ. കുറേ കടകൾ നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഡ്രസ്സിൻ്റെ ഇതാണെങ്കിലും. വിലയൊന്നും ഞാൻ ചോദിച്ചില്ല, റേറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഡ്രസ്സുകളാണെങ്കിൽ കൂടെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതേപോലെ ഇവിടെ കുറേ ഇരിക്കാനുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ ഇങ്ങനെ കുറേ ബോഗൻ വില്ലാസൊക്കെ പിടിപ്പിച്ചേക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല ഭംഗിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എന്തോ മോഡൽ ഷൂട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നില്ല. ജീൻസിൻ്റെ ഡെനിം ആയിട്ട് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ സിനഗോഗിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 50 രൂപയാണ് നമ്മുടെ ഇന്ത്യൻസിന് ഫീ. ഫോറിനേഴ്സിന് 200 എന്തോ ആണ് റേറ്റ്. പിന്നെ ചെരുപ്പ് അലൗഡ് അല്ല, ചെരുപ്പ് പുറത്തിറങ്ങിയിട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. അതുപോലെ ക്യാമറ സ്റ്റാൻഡ്, ഫ്ലാഷ് അടിക്കാൻ പാടില്ല. ഫോട്ടോഗ്രാഫി അലൗഡാണ്, പക്ഷേ ഫ്ലാഷ് അടിക്കാൻ പാടില്ല. ക്യാമറ സ്റ്റാൻഡൊന്നും പാടില്ല. അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ പരദേശി സിനഗോഗ് അഥവാ മട്ടാഞ്ചേരി സിനഗോഗ് എന്നാണ് ഇവിടെ പറയുന്നത്. വിദേശി അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു നിന്നെത്തിയവൾ എന്നൊക്കെയാണ് പരദേശി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പ്രവേശന കവാടത്തിൽ തന്നെ 2 പിച്ചള തൂണുകൾ കാണാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിലെത്തിയ ജൂത സമൂഹത്തിനായി 1567 പണികഴിപ്പിച്ചതാണ് ഈ ദേവാലയം.
450 വർഷത്തിലേറെ ഇതിന് പഴക്കമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ പഴമ അനുഭവിക്കാനാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 പിച്ചള തൂണുകളുടെ കാര്യം. ഇത് സോളമൻ്റെ ക്ഷേത്രത്തിലെ തൂണുകളുടെ പ്രതീകമാണ്. ഉള്ളിലേക്ക് കയറുന്ന വഴിയിലും അകത്തുമൊക്കെയായി കാണുന്ന വിളക്കുകളെല്ലാം ബെൽജിയം, ഇറ്റലി എന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവയിൽ ചിലതെല്ലാം മെഴുകുതിരി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്നവയാണ്, ബാക്കിയുള്ളവ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതും. അതുപോലെ ഇവിടെയുള്ള ഓരോ വസ്തുക്കളും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. താഴെ കാണുന്ന ഈ ടൈലുകളെല്ലാം വിശേഷിക്കപ്പെട്ടവയാണ്. കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഇവയെല്ലാം. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഈ കാണുന്ന 1100 ടൈലുകളിലും വ്യത്യസ്ത ചിത്രങ്ങളാണുള്ളത്. അതുപോലെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇസ്രായേലിൽ നിന്ന് വന്ന വൈദികനാണ്. ഈ വൈദികനെ റബ്ബി എന്നാണ് വിളിക്കുന്നത്. 1 വർഷം ഒരാൾ എന്ന നിലയിൽ എല്ലാ വർഷവും വൈദികനെ ഇവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യും. അദ്ദേഹം ഇവിടെ താമസിച്ച് എല്ലാ വെള്ളി ശനി ദിവസങ്ങളിലും പ്രാർത്ഥന നടത്തും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ കാണുന്ന പ്രസംഗ പീഠത്തിൽ നിന്നാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. എന്നാൽ ശനിയാഴ്ചയിൽ ഈ കാണുന്ന ബാൽക്കണിയിൽ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ബാൽക്കണിയുടെ പുറകിൽ കാണുന്ന അഴികൾക്കിടയിൽ പിന്നിലാണ് ജൂത സ്ത്രീകൾ പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും നമുക്ക് ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഓരോ ലൈറ്റുകളാണെങ്കിലും ഓരോ കാര്യങ്ങളെപ്പറ്റി അവിടെ വിവരണങ്ങൾ നമുക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ചിട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ കാണുന്ന പെട്ടകത്തിലാണ് ജൂതന്മാരുടെ മതഗ്രന്ഥമായ തോറ ചുരുളുകൾ വെച്ചിട്ടുള്ളത്. ഒരു ബുക്സിൽ ഏകദേശം 54 പേജസ് ഉണ്ട്. ഹെബ്രു ഭാഷയിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു പെയിൻറ്റിംഗ് ഹാൾ ഉണ്ട്. കൊച്ചി രാജാക്കന്മാരും ജൂതന്മാരും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന നിരവധി പെയിൻറ്റുകൾ ഇതിനുള്ളിൽ കാണാം. ഇവിടെ ഒരു ടൂറിസ്റ്റിൻ്റെ ഗൈഡ് ഉണ്ട്. അവർക്ക് അതിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഓരോ പെയിൻറ്റിങ്സിൻ്റെ പൊക്കത്തും എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവം, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഉള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് അറ്റം വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസം കൂടിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ഇവരുടെ തന്നെ ഒരു മ്യൂസിയം കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് പൊക്കത്താണ് മ്യൂസിയം കാണുന്നത്. അങ്ങോട്ടേക്കും കൂടെ ഞങ്ങൾ പോയായിരുന്നു. അവിടെ കുറേ പഴയ വിസിറ്റേഴ്സ് ബുക്ക്, പരദേശി സിനഗോഗ് വിസിറ്റേഴ്സ് ബുക്കും പഴയ ഉപയോഗിച്ച കുറേ സംഭവങ്ങളും കുറേ ഫോട്ടോസും ഇവിടെ ഓരോരുത്തർ വന്നതും എല്ലാം അവിടെ ഓരോ ഇതായിട്ടും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി വിസിറ്റ് ചെയ്യാൻ വന്നതും പിന്നെ പഴയ രാജാക്കന്മാർ വന്നതും എല്ലാത്തിൻ്റെയും ഫോട്ടോസും എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ബുക്കാണ്, പരദേശി സിനഗോഗ് വിസിറ്റേഴ്സ് ബുക്കാണ് ആ കാണുന്നത്. പിന്നെ ഇതൊരു സർക്കംസിഷൻ ഓഫ് പ്രീത് മില എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ജനനത്തിന് ശേഷമുള്ള 8ാം ദിവസം തോറയിൽ മോശയുടെ 5 പുസ്തകങ്ങൾ വിവരിക്കുന്നത് പോലെ ഒരു മൊഹയിൽ ആൺകുട്ടികളുടെ പരിശോധന നടത്തുന്നു. ഈ പ്രവൃത്തി ദൈവത്തിനും ജൂതന്മാർക്കും ഇടയിലുള്ള ഒരു വിശുദ്ധ ഉടമ്പടിയാണ്. കുഞ്ഞിനെ ചുമക്കാൻ ഉപയോഗിക്കുന്ന തലയിണ, കുഞ്ഞിന് ഡയപ്പർ, തലമുടാൻ ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി തൊപ്പി എന്നിവയാണ് ഈ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ കാണുന്ന ഓരോ ഫോട്ടോകളിലും ഓരോ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയും അവിടെ ഞാൻ കണ്ടു. അതുപോലെ അവിടെ ഇംഗ്ലീഷിലും പിന്നെ അവരുടെ ഭാഷകളിലും 10 കൽപ്പനകളാണ് ഈ എഴുതി വെച്ചിരുന്നത്. അതുപോലെ ഈ കാണുന്നത് 9ാം മാസത്തിലെ ഉപവാസ ദിനം. ജൂതലോകത്തിലെ നിരവധി വേദനാജനകമായ അനുഭവങ്ങളെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. 1ാം ജൂത ക്ഷേത്രങ്ങളുടെ നാശവുമായി ഈ ദിനം ബന്ധപ്പെട്ടിരിക്കുന്നു. സിനഗോഗുകളിലെ എണ്ണവിളക്കുകളും മെഴുകുതിരികളും മാത്രമേ പ്രകാശിപ്പിക്കുന്നുള്ളൂ. പോസുകളിലേക്കുള്ള കോഡുകൾ വെളിപ്പെടുത്തുന്ന സെഫർ തോറ പുസ്തകവും മുകളിൽ കാണിച്ചിരിക്കുന്നു. തോറ വായനയുടെ അവസാനം ചാൻലിയറുകൾ കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. കറുത്ത തുണി ചുവന്ന തുണി കൊണ്ട് മൂടുന്നു. മോചനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതീക്ഷയെ മറികടക്കുന്നു. ഇതായിരുന്നു അവിടെ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓരോ സംഭവങ്ങളെപ്പറ്റിയും അവിടെ വിശദീകരിച്ച് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിലും ഓരോ കാഴ്ചകളും ഓരോ നല്ല ഭംഗിയായിട്ടും ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടതും എഴുതി വെച്ചിരിക്കുന്നതും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് എക്സിറ്റാണ്. ഇനി അങ്ങോട്ടേക്ക് എക്സിറ്റുള്ള വഴികളുമാണ് കാണുന്നത്. അവിടെ പിന്നെ കുറച്ച് സോവനിയേഴ്സ് വിൽക്കുന്ന കടകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഈ കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല ഭംഗിയല്ലേ ഈ കാണാൻ. ഈ പോകുന്ന വഴികളാണെങ്കിലും ഈ സ്ട്രീറ്റും എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഈ കാണുന്ന ക്ലോക്ക് ടവർ 1760 അറിയപ്പെടുന്ന ജൂത വ്യവസായ എസക്കിൽ റഹാബിയാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. പുരാവസ്തു കടകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പഴയതരം പാത്രങ്ങൾ, പ്രതിമകൾ തുടങ്ങി പലതരം ഉൽപ്പന്നങ്ങൾ ഇവിടെ ആൻറ്റിക് ഷോപ്പുകളിൽ കാണാം.
ഇത്രയേറെ ആൻറ്റി ഷോപ്പുകളുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാവും എന്ന് തന്നെ തോന്നുന്നില്ല. ഈ കടകളെല്ലാം ഇവിടെ എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാപ്പിരി മുത്തപ്പൻ്റെ അടുത്തേക്കാണ്. ഈ ഇടയ്ക്ക് വീഡിയോകളിലും എല്ലാത്തിലും കാപ്പിരി മുത്തപ്പനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മട്ടാഞ്ചേരി അടുത്തായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുന്നതാണ് കാപ്പിരി മുത്തപ്പൻ്റെ തറ. ഇവിടെ ആൾക്കാർ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നതും ചുരുട്ടുകൾ വെച്ചിരിക്കുന്നതും ഒക്കെ കണ്ടായിരുന്നു. ഇഷ്ടകാര്യങ്ങൾ സാധിക്കാൻ ഓരോരുത്തർ ഇവിടെ വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിതുവരെയായിട്ടും അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നതും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ പോയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ തിരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ അറേബ്യൻ പാലസ് കണ്ടപ്പോൾ വല്ലാണ്ട് വിശന്നു. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ഗൂഗിളിലും എല്ലായിടത്തും റെഫർ ചെയ്ത് അന്വേഷിച്ചിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ്. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിലും പറയണേ. അതേപോലെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ചെയ്യണേ. അങ്ങനെ എൻ്റെ മന്തി വരാനായി. ഇവിടുത്തെ സൂപ്പും മന്തിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പൊതുവെ അറേബ്യൻ പാലസിലെ മന്തിയാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി റോറോ കയറി വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.